Hello everyone, welcome back to our YouTube channel School Diaries. ഇത് നമ്മൾ മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം നമ്മുടെ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പോൾ വരുന്ന ഒരു പരീക്ഷയാണ് നാസ് പരീക്ഷ അല്ലേ. അപ്പോൾ നാസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾ അവർക്ക് വേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്, മലയാളം ചോദ്യങ്ങളാണ്. അപ്പോൾ അത് മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതലായും ഈ മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം പരീക്ഷ ഇതിനു മുന്നേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തവരായിരിക്കും നിങ്ങൾ സ്കൂളിൽ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഈ മലയാളത്തിൽ നിന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്നും നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പാസേജ് വായിച്ച് അല്ലെങ്കിൽ ഒരു കഥ വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. അതുപോലെ ഒരു കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരിക്കൽ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ ഒരു കാക്ക താമസിച്ചിരുന്നു. അവൻ വളരെ കൗതുകക്കാരനായിരുന്നു. ഒരിക്കൽ അവൻ പറന്ന് ഒരു പുഴയുടെ അരികിലെത്തി. പുഴയിൽ അവൻ ഒരു മീനിനെ കണ്ടു. വളരെയധികം ആഗ്രഹിച്ച അവൻ മീനിനെ പിടിക്കാൻ നോക്കി. പക്ഷേ മീൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. നിരാശനായ കാക്ക വീണ്ടും പറന്നു. കുറേ ദൂരം പറന്നപ്പോൾ അവൻ ഒരു പൂച്ചയെ കണ്ടു. കാക്ക പൂച്ചയെ പിടിക്കാൻ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ദേഷ്യം വന്ന അവൻ തിരികെ കൂട്ടിലേക്ക് പറന്നു. അവൻ തൻ്റെ അനുഭവങ്ങൾ സുഹൃത്തായ കുരുവിയോട് പറഞ്ഞു. അപ്പോൾ കുരുവി പറഞ്ഞു, ആന വാ പൊളിക്കുന്നതു കണ്ട് അണ്ണാൻ പൊളിക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കഥ അല്ലേ. അപ്പോൾ നമ്മുടെ കാക്കയുടെ കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് തന്നെ വായിക്കുക. എന്നിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ചോദ്യങ്ങളുണ്ട്, അതിന് ഓപ്ഷൻസും ഉണ്ട് അല്ലേ. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കാക്ക എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? കാക്ക എവിടെയാണ് താമസിച്ചിരുന്നത്? നമ്മുടെ കഥ നോക്കുക. എവിടെയാണ്? ഒരിക്കൽ ഒരു വലിയ മരത്തിൻ്റെ മുകളിലാണ് കാക്ക താമസിച്ചിരുന്നത്. അപ്പം നമുക്കുള്ള ഓപ്ഷൻ എന്തൊക്കെയാ? പുഴയുടെ അരികിൽ, മരത്തിൻ്റെ മുകളിൽ, മലയുടെ മുകളിൽ, വീടിനകത്ത്. അപ്പോൾ ഉത്തരം ഏതാ? വലിയ മരത്തിൻ്റെ മുകളിൽ. ഇനി പുഴയിൽ എന്താണ് കണ്ടത്? പുഴയിൽ എന്താണ് കണ്ടത്? മുതല, ആമ, മത്സ്യം, തവള. നോക്കുക. അപ്പോൾ കാക്ക താമസിച്ചിരുന്നത് എവിടെയാണ്? മുകളിലാണ്. അപ്പോൾ അവൻ ഒരിക്കൽ പറന്ന് എന്ത് ചെയ്തു? ഒരു പുഴയുടെ അരികിലെത്തി. പുഴയിൽ അവനൊരു മീനിനെ കണ്ടു അല്ലേ. അപ്പോൾ ഉത്തരം എന്താണ്? മത്സ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, കാക്കയ്ക്ക് നിരാശയും ദേഷ്യവും തോന്നിയത് എപ്പോഴാണ്? കുറേ ദൂരം പറക്കാൻ കഴിയാത്തത് കൊണ്ട്, കുരുവി കളിയാക്കുമെന്ന ഭയം കൊണ്ട്, മീനിനെയും പൂച്ചയെയും പിടിക്കാൻ കഴിയാത്തത് കൊണ്ട്, മീൻ വെള്ളത്തിൽ മുങ്ങിപ്പോയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പാസേജ് വായിച്ചു നോക്കുക. നിരാശ വന്നത് എപ്പോഴാണ്? നോക്കിക്കേ. നോക്കാം. അവൻ വളരെയധികം ആഗ്രഹിച്ച് അവൻ മീനിനെ പിടിക്കാൻ നോക്കി. പക്ഷേ മീൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. നിരാശനായ കാക്ക വീണ്ടും പറന്നു. കുറേ ദൂരം പറന്നപ്പോൾ അവനൊരു പൂച്ചയെ കണ്ടു. കാക്ക പൂച്ചയെ പിടിക്കാൻ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? 2 കാരണങ്ങളുണ്ട് അല്ലേ. അവൻ നിരാശനാവാൻ കാരണം അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്നത് എന്തുകൊണ്ടാണ്? മീനിനെയും പൂച്ചയെയും പിടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവന് ദേഷ്യവും അതുപോലെ തന്നെ നിരാശയും തോന്നിയത്. ഇനി അടുത്ത ചോദ്യം, ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിക്കരുത് എന്ന ചൊല്ലിൻ്റെ ആശയം എന്ത്? അപ്പോൾ ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഓരോരുത്തരും അവന് ഇണങ്ങിയ കാര്യങ്ങളെ ചെയ്യാവൂ. ആന വലിയ മൃഗവും അണ്ണാൻ ചെറിയ മൃഗവുമാണ്. എല്ലാ മൃഗങ്ങളും തുല്യരാണ്. അപ്പോൾ ഈ ഒരു പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്താ? ഓരോരുത്തരും അവന് പറ്റിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. ഇതാണ് നമ്മുടെ ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. അതേപോലെ മറ്റൊരു ഖണ്ഡിക കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റൊരു ചോദ്യമാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യം, ആദ്യം നമ്മൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ്. നമുക്ക് നോക്കാം.
ഓണസദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനായി ചന്തയിലേക്ക് ഇറങ്ങിയതാണ് രാമു. പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് സമ്പന്നമായിരുന്നു ചന്ത. സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം പച്ചക്കറി കടയുടെ വലതുവശത്തുള്ള തുണിക്കടയിലേക്ക് രാമു കയറി. മനോഹരവും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ ധാരാളം വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരുന്നു. മഞ്ഞത്തുണിയിൽ വെള്ളമുത്തുള്ള സാരിയാണ് രാമു ഭാര്യയ്ക്കായി വാങ്ങിയത്. കുറേ നേരം ചന്തയിൽ ചെലവഴിച്ചപ്പോഴേക്കും അവർ ക്ഷീണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഖണ്ഡിക. അപ്പം നമുക്ക് ചോദ്യം നോക്കാം. ചന്തയിൽ എന്താണ് രാമു കൂടുതലായും കണ്ടത്? ധാന്യങ്ങളും കിഴങ്ങുകളും, പഴങ്ങളും പച്ചക്കറികളും, പച്ചക്കറികളും ധാന്യങ്ങളും, കിഴങ്ങുകളും പഴങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം. ധാരാളമായിട്ട് എന്താ ഉണ്ടായിരുന്നത്? പഴങ്ങളും പച്ചക്കറികളും ആണ്. പച്ചക്കറിയുടെ ഏത് വശത്താണ് തുണിക്കട സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് വശത്താണ് തുണിക്കട? ഏത് വശത്താണ്? വലതുവശത്താണ്. അടുത്തത്, തുണിക്കടയിലെ വസ്ത്രങ്ങളെ കടയിൽ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? നമ്മുടെ കഥയിൽ എങ്ങനെയാണ് തുണിക്കടയെ വിശേഷിപ്പിച്ചത്? തുണിക്കടയിലെ തുണികളെ മനോഹരവും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ വസ്ത്രങ്ങൾ, അല്ലേ? അപ്പോൾ ഭംഗിയുള്ളതും വിവിധ തരത്തിലുള്ളതും മനോഹരവും കണ്ണഞ്ചിപ്പിക്കുന്നതും ആയ വസ്ത്രങ്ങളാണ്. അടുത്തത്, കഥയിൽ സൂര്യൻ്റെ ഏത് പര്യായമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കാം. ആദിത്യനാണോ, ഇനമാണോ, പകലോനാണോ, അർക്കനാണോ? അർക്കനാണ്, അല്ലേ? അർക്കൻ്റെ രശ്മിയേറ്റാണ് അവർ ക്ഷീണിച്ചത്. അപ്പോൾ ഉത്തരം ഏതാണ്? അർക്കനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മലയാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാസിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു പരിശീലനം പോലെ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 കഥകൾ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.